എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു പ്രകൃതിയിൽ അതിൻ്റെ അഴുക്ക്, അതിൻ്റെ ഫംഗസ്, അതിൻ്റെ കറ മാറ്റാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇന്ന ലികുല്ലി ഷൈഇൻ സഖാല വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. ഈ ഹൃദയത്തിൻ്റെ കറ മാറ്റാൻ അല്ലാഹുവിൻ്റെ ദിക്റിന് കഴിയും, ഇസ്തിഗ്ഫാറിന് കഴിയും, അമലുസ് സാലിഹാത്തിന് കഴിയും. കണ്ടോ? സദാ സമയവും അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുന്നവർ എത്ര ഭാഗ്യവാന്മാരാ, അല്ലേ? എത്ര ഭാഗ്യവാന്മാരാ. ഒരു ഉറുദു കവി പാടി, അയേ ജബാൻ സാരേ മസേ ലേതി ഹൈ തൂ ദിക്ർ കി ലസ്സത് സേ ക്യൂ ഗാഫിൽ ഹൈ തൂ. അയേ ജബാൻ, ഏ നാവേ, ഏ നാവേ, അയേ ജബാൻ സാരേ മസേ ലേതി ഹൈ തൂ. എല്ലാ ആനന്ദവും, എല്ലാ വിനോദവും, പരദൂഷണവും, നമീമത്തും, ഫിത്നയും, പാരയും നീ എടുക്കുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു ആനന്ദമാ നിനക്ക്. ദിക്ർ കി ലസ്സത് സേ ക്യൂ ഗാഫിൽ ഹൈ തൂ. അല്ലാഹുവിൻ്റെ ദിക്റാകുന്ന ലദ്ദത്ത്, ആനന്ദത്തിൽ നിന്ന് നീ എന്താ അശ്രദ്ധനാകുന്നത്? 10 ദിക്ർ ചൊല്ലുമ്പോൾ നീ തളരുന്നു, അര ജുസ് ഓതുമ്പോൾ നിനക്കുറക്കം വരുന്നു, നീ മുസാഫ് മടക്കി വെച്ചിട്ട് പോകുന്നു. ആ പുറത്തിരുന്ന് വർത്താനം പറയാനാണെങ്കിൽ 12:30 വരെ ഇരിക്കും വെയിറ്റിംഗ് ഷെഡിൽ, ഇല്ലേ? ഇല്ലേ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അത്തത്തിസ് സമാഉ വഹുക്ക ലഹാ അൻ തഇത്ത. ആകാശം ഞെരുങ്ങുന്നു, അതെങ്ങനെ ഞെരുങ്ങാതിരിക്കും? വമാ ഫീഹാ മൗളിഉ ഖദമിൻ ഇല്ലാ വമലകുൻ സാജിദുൻ ലില്ലാഹ്. മൽഹറുൽ അതം മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്തൂഖായ മുഹമ്മദ് മുസ്തഫ. അവിടെന്ന് പറയുന്നു, ആകാശം ഞെരുങ്ങുന്നു, അതെങ്ങനെ ഞെരുങ്ങാതിരിക്കും? അതിൻ്റെ ഓരോ സ്ക്വയർ ഫീറ്റിലും വമാ ഫീഹാ മൗളിഉ ഖദമിൻ, ഒരു കാല് വെക്കാൻ ുന്ന ഓരോ സ്ഥാനത്തും ഒരു മലക്ക് അല്ലാഹുവിന് സുജൂദിലാ. എപ്പോഴും യുസബ്ബിഹൂനൽ ലൈല വന്നഹാർ, രാത്രിയും പകലും അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു. ലാ യഫ്തുറൂൻ, അവർ തളരുന്നില്ല, ക്ഷീണിക്കുന്നില്ല. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ അല്ലാഹുവിനെ നമുക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല, അല്ലേ? നഹാറൂക ബത്താലു വലൈലൂക നാഇമു വഐശൂക യാ മിസ്കീനു ഐശുൽ ബഹായിമി. നിന്റെ പകലും മിഥ്യയിൽ കടന്നു പോവുകയല്ലേ, നിന്റെ ആയുസ് കഴിഞ്ഞു പോവുകയല്ലേ. നഹാറൂക ബത്താലു വലൈലൂക നാഇമു, നിന്റെ രാത്രികൾ ഗാഢനിദ്രയിലല്ലേ, നിന്റെ ജീവിതം വഐശൂക യാ മിസ്കീൻ, ഏ മനുഷ്യ, നിന്റെ ജീവിതം ഐശുൽ ബഹായിമി. सूरत में इंसान है, सीरत में हयवान है, लेकिन तुम नहीं है. രൂപത്തിൽ മനുഷ്യൻ, രൂപത്തിൽ മനുഷ്യൻ, പ്രവർത്തനങ്ങൾ കന്നുകാലിക്ക് തുല്യം, വാലില്ല എന്നൊരു കുഴപ്പം മാത്രം. കവി പാടിയത് എത്രയോ ഫിറ്റാണ്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ജഹന്നമിന് വേണ്ടി ധാരാളം മനുഷ്യരെയും ജിന്നുകളെയും ഒരുക്കി വെച്ചിട്ടുണ്ട്. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അധികം മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, ചിന്തിക്കുന്നില്ല. അവർക്ക് ശ്രവണപുടങ്ങളുണ്ട്, അവർ കേൾക്കുന്നില്ല. അവർക്ക് കാണാനുള്ള കണ്ണുകളുണ്ട്, അവർ കാണുന്നില്ല. ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. ഞാൻ എങ്ങനെ ഈ ആയത്തിന് മീനിങ് പറയും? അവര് ഉലൈക കൽ അൻആം, അൻആമിന് തുല്യം, ആടുമാട് ഒട്ടകങ്ങൾക്ക് തുല്യം. എന്നിട്ട് അല്ലാഹു തആല അവരെ കുറ്റം പറയാതെ അല്ലാഹു നോക്കൂ, അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്ന ബൽഹും അളല്, അവരെക്കാൾ മോശം, അല്ലേ? ഞാൻ പണ്ടൊക്കെ ഈ ആയത്തിന് അർത്ഥം പറയുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു, അല്ലേ? അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അള്ളാഹുവിനെ അറിയാൻ
അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ, കലിമത്തു തൗഹീദ് എപ്പോഴും ഉരുവിടണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും ചൊല്ല്, എപ്പോഴും ചൊല്ല്. നമ്മുടെ ഫംഗസ് എല്ലാം കഴുകി അള്ളാഹു വൃത്തിയാക്കും. നമ്മുടെ ആത്മാവ് സ്ഫുടം ചെയ്യപ്പെടും. സുഹൃത്തെ, ആത്മാവിരിക്കുന്ന ശരീരത്തിനും പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കീൻ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിനെ കണ്ടെത്തണം, അവനെ വാഴ്ത്തണം, ദിക്ർ ചൊല്ലണം, ദായിമായി ദിക്ർ ചൊല്ലണം. നടത്തത്തിലും ഇരുത്തത്തിലും യാത്രയിലും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും വാളിൻ്റെ സീഡികൾ ഖിറാഅത്തുകളിട്ട് ആത്മാവിനെ പരിപോഷിപ്പിക്കീൻ, ആത്മാവിനെ പരിപോഷിപ്പിക്കീൻ. ഈ സാധു 95-ൽ പണിത വീടൊന്ന് ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാ. സഹോദരങ്ങളെ, ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്ന ബംഗാളിൽ നിന്നുള്ള ലേബേഴ്സ് ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഒരു കാലത്ത് എല്ലാവരും പാട്ടിനും അതുപോലെ ക്യാബറെ ഡാൻസിനും അതുപോലെ മ്യൂസിക്കിനും ഓർക്കസ്ട്രാക്കും ഒക്കെ സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് വീട് പണിക്ക് വരുന്ന നമ്മുടെ ബംഗാളിൽ നിന്നുള്ള സഹോദരങ്ങൾ, ഭായിമാര് വരെ മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട് അവരുടെ സംസ്ഥാനങ്ങളിൽ തിരക്കേറിയ മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയാ. എന്തൊരു ശൈലിയാ, എന്തൊരു നീട്ടാടമദ്ദാണ്, കസറാണതിന്. നല്ല ഈണത്തിൽ വാള് പറയുന്നു, ബംഗാളി ഭാഷയിലാ, ഉറുദുവിലാ. ഇത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്നും ഞാൻ കേട്ടു. ഇന്ന് അടുക്കളയുടെ ഭാഗം നന്നാക്കുക അവർ വാള് കേട്ടുകൊണ്ടാണ് ടൈലൊട്ടിക്കുന്നത്. അൽഹംദുലില്ലാഹ്, മാറ്റമാണ്. യുവാക്കളിൽ മാറ്റം. ന്യൂജൻ മാറാൻ തീരുമാനിക്കുന്നു. അവർക്ക് മനസ്സിലായി ഭൗതികതയല്ല ആത്മീയതയിലേക്കാണ് കടന്നു വരേണ്ടത്. ഈ ദുനിയാവ് 10, 15, 20 കൊല്ലം കഴിയുമ്പോൾ ഇതിനെ നാം നിർദ്ധയം ഉപേക്ഷിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ വിളിയാളം വരുമ്പോൾ പോകാതിരിക്കാൻ കഴിയില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, നബിയെ പറയുക, നിങ്ങൾ പേടിച്ചോടുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടും, അത് നിങ്ങളെ കണ്ടുമുട്ടും. ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ അഭിമുഖീകരിക്കും. വലൗ കുന്തും ഫീ ബുറൂജിം മുശയ്യദാ, കോട്ട കൊത്തളങ്ങൾ അകത്താണ് നിങ്ങളെങ്കിലും എത്ര ശക്തമായ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാലും, ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന പ്രൈം മിനിസ്റ്റർമാരിൽ ഒരാളാ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, മറ്റൊന്ന് ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ. രണ്ടുപേരും നോക്കൂ, തോക്കിന് വെടിയുണ്ടക്കി ഇരയായില്ലേ. ഇന്ദിരാഗാന്ധി വെടിവെച്ചതാരാ? നെഞ്ചത്ത് 10-36 വെടിയുണ്ടകളാ കയറിയത്. ആ നെഞ്ച് കലങ്ങിപ്പോയില്ലേ ഇന്ദിരാജിയുടെ, അല്ലേ? ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസാഖ് റബീനാകും. മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ നോട്ടിനെ അസാധുവാക്കിയത്. ഈ 1000ഉം 500ഉം എന്തിനാ പിൻവലിച്ചിട്ട് 2000 ഇറക്കിയത് മനസ്സിലാകുന്നില്ല. മൊത്തം കറൻസിയുടെ 86% വാല്യൂ 1000നും 500നുമാ. ജനങ്ങൾ 50 ദിവസം കഴിഞ്ഞു. 50 ദിവസം കഴിഞ്ഞു. നിങ്ങൾ ആ 50 ദിവസം താന്ന് പറഞ്ഞു, എല്ലാവരും കൊടുത്തു. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എല്ലാവരെയും സെഹർ ചെയ്ത് ഇങ്ങനെ മിണ്ടാണ്ടാക്കിയിരിക്കുക മോഡിന്നാ ഈയിടെ ഒരാൾ പറഞ്ഞത്, സംഘപരിവാറിൻ്റെ ഒരാൾ പറഞ്ഞത്. ഇസ്രയേലിൽ പോയപ്പോൾ ഇസ്രയേലിലെ ജൂതന്മാർ ഭയങ്കര സാഹചര്യങ്ങളാ. മോഡിക്ക് എന്തോ പറഞ്ഞു കൊടുത്തു, മോഡി ചെയ്തു. ഇന്ത്യയിലെ 130 കോടി ജനങ്ങളെയും മയക്കി കടത്തിയിരിക്കുക. ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ? ആരൊക്കെങ്കിലും വരെ പറയാൻ പറ്റത്തുണ്ടോ? പറഞ്ഞാൽ പിന്നെ അതിനെ രാജ്യസ്നേഹമായിട്ട് അങ്ങ് ബന്ധിപ്പിച്ചിരിക്കുക, അല്ലേ? വല്ലവും എതിർത്താൽ രാജ്യദ്രോഹി എന്ന് വിളിക്കും, അല്ലേ? അള്ളാഹു നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് മാറ്റിത്തരട്ടെ. ദുആ ചെയ്യിൻ. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണിത്. 130 കോടി ജനങ്ങൾ. ഇത് ഇന്ന് രാഷ്ട്രപതി അംഗീകരിച്ചില്ലേ? ഇന്ന് പ്രണാബ് മുഖർജി പറഞ്ഞത് എന്താ? ഇത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല, 5-6 മാസം നീണ്ടു നിൽക്കും, 5-6 മാസം നീണ്ടു നിൽക്കും, അല്ലേ? സുഹൃത്തെ,
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന ഫിൽ ജസദി മുളഗ ഇദാ സലു ഇന്ന ഫിൽ ജസദി മുളഗ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവനും അഴുക്കായി. അലാ വഹിയൽ ഖൽബ്, അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, ഖൽബാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഖുർആനും തിരുസുന്നത്തും ഈ ഖൽബിനെ നന്നാക്കാൻ പറയുന്ന. ഖൽബ് രാജാവാണ്, പ്രധാനമന്ത്രിയാ. ഈ രാജാവ് നന്നായാൽ കയ്യും കാലും കണ്ണും ഒക്കെ നന്നാവും. മനസ്സിലായില്ലേ? ആത്മാവിനെ തസ്കിയത്ത് ചെയ്യാൻ ഇത്തിരി പാടുപെടണം, പരിശ്രമിക്കണം. നീയത്ത് വെച്ചാൽ എളുപ്പമാവും ഇൻഷാ അല്ലാ. നോക്കൂ, ഒന്നാമത്തെ സ്റ്റെപ്പ് അമ്മാറ. കുറച്ച് കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് നിന്റെ നഫ്സ് ലവാമത്തിലെത്തും. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ. അല്ലാഹു സത്യം ചെയ്തു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അന്ത്യനാളിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ, ആക്ഷേപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന നഫ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, തെറ്റല്ലേ, നീ എന്തിനാ അത് ചെയ്തത്? നോക്കൂ, യലൂമു അലൽ ഖൈരി വശർറ്, രണ്ട് കാര്യത്തിൽ അത് കുറ്റപ്പെടുത്തും. നന്മ ചെയ്യുമ്പോൾ നിനക്ക് കുറച്ചുകൂടി ചെയ്തുകൂടായിരുന്നോ? നമസ്കരിക്കുമ്പോൾ 2 റക്അത്ത് കൂടി നമസ്കരിച്ചുകൂടെ? തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ആ നഫ്സ് വിളിച്ചു പറയുന്നു, നീ എന്തിനാ ചെയ്തത്? നീ എന്തിനാ ആ ശർറ് വരുത്തി വെച്ചത്? വിമർശിക്കുന്ന ഒരു നഫ്സായി ഇന്ന് നിന്റെ നഫ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പോരാ, കുറച്ചുകൂടി നിന്റെ നഫ്സ് സ്ഫുടം ചെയ്യാനുണ്ട്. ആ പദവിയിലേക്ക് എത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളിലൂടെ, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ട് അതിൻ്റെ പഠന ക്ലാസ്സുകളിലൂടെ എല്ലാ ആഴ്ചയും ഉമ്മപെങ്ങന്മാർക്ക് ഇവിടെ ക്ലാസ് നടക്കുന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെ നിന്റെ ആത്മാവിന്ന് സ്ഫുടം ചെയ്യപ്പെട്ടിരിക്കുന്നു. നീ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു. നീ അല്ലാഹുവിനെ കാണാൻ ഇന്ന് കൊതിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂലിന് സൂറത്തുൽ ഫജ്റിലെ ആയത്തിറങ്ങിയപ്പോ തൊട്ടടുത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇരിപ്പുണ്ട്. ഇന്നഹാ ലഹസനുൻ യാ റസൂലല്ലാഹ്. ഈ സദസ്സിന്റെ തുടക്കത്തിൽ ഇവിടെ ഖിറാഅത്ത് നടത്തിയ കുട്ടി ഓതിയ സൂറത്താണ് വൽ ഫജ്രി. അല്ലാഹു തആല പൊന്നുമോന് നല്ല സ്വരം അല്ലാഹു പടച്ചവന് നിലനിർത്തി കൊടുക്കട്ടെ. അല്ലേ, ആ കുട്ടി വൽ ഫജ്രിയാ ഓതിയത്, നല്ല സ്വരമുണ്ട്. ആ കുട്ടി ഓതി അവസാനിപ്പിച്ച ആയത്ത് ഓർമ്മയുണ്ടോ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. നോക്കൂ, അല്ലാഹു ഇവിടെ പറഞ്ഞത് നഫ്സ് മുത്മഇന്നത്തെന്നാണ് പറഞ്ഞത്. അമ്മാറ എന്ന് പറഞ്ഞില്ല, ലവ്വാമ എന്ന് പറഞ്ഞില്ല, മുത്മഇന്നത്തെന്ന് പറഞ്ഞു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി. ആത്മാവേ, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങ്. കലാപകലുഷിതമായ പ്രശ്ന സങ്കീർണമായ ഐഹിക ലോകത്തിൽ നിന്ന് നീ മടങ്ങ്. ഇലാ റബ്ബിക്ക് റാലിയതൻ. നീ ഇന്ന് അവനിൽ സംപ്രീതനാണ്, നിനക്കിന്ന് അവനിൽ ഇഷ്ടമാണ്. അല്ലാഹുവിൽ നീ സംപ്രീതനാണ്, അവനോ മർലിയ. നിന്റെ ആഗമനത്തിൽ അവനും സന്തുഷ്ടനാണ്. ഫദ്ഖുലി ഫീ ഇബാദി. എൻ്റെ അടിമകളോടൊത്ത് നീ പ്രവേശിച്ചോ. സച്ചരിതരായ അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ആത്മാവിനെ സ്ഫുടം ചെയ്തെടുത്തവരുടെ കൂട്ടത്തിലേക്ക് നീ കടന്നോ. വദ്ഖുലി ജന്നതി. ഖുർആനിൽ അല്ലാഹു ഇവിടെ മാത്രമാണ് എൻ്റെ സ്വർഗത്തിലേക്ക് നീ കടക്ക് നഫ്സേ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ മാത്രമാണെന്ന് ഡോക്ടർ മുട്ടാണിശ്ശേരിൽ കോയക്കുട്ടി സാഹിബ് രേഖപ്പെടുത്തുകയാ. ഖുർആനിൽ അല്ലാഹു സ്വർഗത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വർഗത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് ഇവിടെ മാത്രമേ ഉള്ളെന്നാ. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി ഒരു ഗവേഷണം നടത്തണം. ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് സമയം കിട്ടുന്നില്ല. ഉസ്താദ് ഒന്ന് അതിനെപ്പറ്റി ചിന്തിക്കും. ഖുർആൻ മൊത്തം ഒന്ന് നോക്കിയേ, എൻ്റെ സ്വർഗം എന്ന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുട്ടാണിശ്ശേരിയുടെ ലേഖനം വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ സ്വർഗത്തിലേക്ക് വാ. ഈ ആയത്തിറങ്ങുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തൊട്ടടുത്തുണ്ട്.
നബിയെ, എന്തൊരു സൗന്ദര്യമായി ആയത്തിന്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇതെപ്പോഴാ പറയുന്നതെന്ന് നിനക്കറിയുമോ അബൂബക്കറേ? അമാ ഇന്നൽ മലക യഖൂലു ലക ഇൻദ മൗതിക്, നിന്റെ ദേഹി വിടുമ്പോൾ മരണസമയത്ത് മലക്ക് നിന്നോട് പറയുന്ന വചനങ്ങളാണിത്. ഇത് കേൾക്കണമെങ്കിൽ, റാഹത്തായി യാത്രയാകണമെങ്കിൽ ഈ ആത്മാവിനെ തസ്കിയത്ത് ചെയ്യണം. തസ്കിയത്ത് ചെയ്തേ പറ്റൂ. അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അമലുകൾ കൊണ്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു എത്ര ദയാവായിപ്പം സ്നേഹമുള്ളവനാ. ഇന്നൽ മുസ്ലിമ ഇദാ അദ്നബ മാമിൻ മുസ്ലിമിൻ യദ്നിബു. തെറ്റ് ചെയ്യുന്ന ഓരോ മുസ്ലിമും, മനസ്സിലായില്ലേ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാ വൽ മലക്കു, ഒരു മലക്ക് 3 മണിക്കൂർ പ്രതീക്ഷിക്കും എന്നാ. തെറ്റ് ചെയ്താൽ 3 മണിക്കൂർ ആ മലക്ക് കാത്തു നിൽക്കും. ഫൈൻ താബ വസ്തഗ്ഫറ, നീ ഇസ്തിഗ്ഫാറിന്റെ വചനം പറഞ്ഞാൽ ലം യക്തുബുഹു അലൈ, ആ മലക്കത് എഴുതാതെ വിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു തെറ്റ് ചെയ്തു 3 മണിക്കൂറിനുള്ളിൽ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ ആ മലക്ക് എഴുതൂല. അത്രമാത്രം ദയാലുവാണ് അല്ലാഹു. ലതീഫും ബിഇബാദിഹി. ആരാണ് അല്ലാഹു? അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അല്ലാഹുവിനെ ഓർക്കണം. ഒരിക്കൽ നബിയുടെ മുന്നിലേക്ക് ഒരു സഹാബി വന്നു. യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസുറത് അലയ്യ, ഇസ്ലാമിന്റെ നിയമങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബി, എപ്പോഴും മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു കാര്യം അറിയിച്ചു തരുമോ? എപ്പോഴും ദായിമാക്കാൻ പറ്റിയ ഒരു കാര്യം. അള്ളാഹുവിൻ്റെ റസൂല് ആ സായിലായ സഹാബിയോട് പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കട്ടെ. എപ്പോഴും നീ ദിക്ർ ചൊല്ല്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഒതു കൊടുത്ത് വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് നടന്നു വരികയാണ്. ഓരോ ഖത്വത്തിനും ഖദമിനും പുണ്യമുണ്ട്. നിങ്ങൾ ദിക്ർ ചൊല്ലിവാ പള്ളിയിലേക്ക്. വെള്ളിയാഴ്ച പകലോ രാത്രിയാണെങ്കിൽ സ്വലാത്ത് ചൊല്ലിവാ. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എനിക്ക് കൂടുതൽ സ്വലാത്ത് ചൊല്ല് എന്ന അബൂദാവൂദിൻ്റെ ഹദീസുണ്ട്. വൈന്ന സ്വലാത്തക്കും മഅറൂളത്തുൻ അലയ്യ, ഉമ്മത്തികളായ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു എനിക്ക് കാണിച്ചു തരുന്നു, അല്ലാഹു കാണിച്ചു തരുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, കൈഫ തുറല്ലു സ്വലാത്തുന അലൈക വഖദ് അറംത, അല്ലെങ്കിൽ ഉരിംത. നബിയെ, വഫാത്തായി മണ്ണ് തിന്ന് അങ്ങയുടെ ശരീരവും മജ്ജയും മാംസവും ഒക്കെ മണ്ണോട് ലയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വലാത്ത് എങ്ങനെ അള്ളാഹു അങ്ങേക്ക് കാണിച്ചു തരിക? അപ്പോ അള്ളാഹുവിൻ്റെ റസൂൽ ആ അന്ധവിശ്വാസത്തെ തിരുത്തിക്കൊണ്ട് മുത്തുനബി പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർള് അജ്സാദൽ അംബിയാ, അള്ളാഹു ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുകയാ അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. പിന്നെ സഹാബത്തൊന്നും ചോദിച്ചില്ല. അങ്ങനെ ആ സഹാബത്ത് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അപ്പം വിശ്വസിക്കും. നമ്മളെപ്പോലെ അല്ല എന്നാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടൊന്നും വരില്ല. മനസ്സിലായില്ലേ? അമ്പിയാക്കൾക്ക് നിഷിദ്ധമാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാ? ഔലിയാക്കള്. നാളെ കണ്ടന്തറയിൽ വിഷയം ഔലിയാക്കളാ. അൽഹംദുലില്ലാഹ് മുത്മഇന്നത്തായ ദർജയിലെത്തി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഹൃദയത്തെ വൃത്തിയാക്കണം കേട്ടോ. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, അനറബിയേക്കാൾ അറബിക്ക് മഹത്വമില്ല. വലാ ലി അബിയള അലാ സുവദാ, കറുത്തവനേക്കാൾ വെളുത്തവന് മഹത്വമില്ല. ഇല്ലാ ബിത്തഖ്വാ, മഹത്വങ്ങൾ തഖ്വ കൊണ്ടാ. 114 ചാപ്റ്റർ ഖുർആനിലുണ്ടല്ലോ. ധാരാളം അമ്പിയാക്കളുടെ പേരിൽ സൂറകളുണ്ടല്ലോ. ഖുർആനിൽ ഒരു സൂറത്ത് അല്ലാഹുവിൻ്റെ വലിയിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. ഏതാ സൂറത്ത്? സലാംക്കല്ലേ? ഖുർആനിൽ ഒരു വലിയിൻ്റെ പേരിൽ ഒരു സൂറത്തുണ്ട്. ആരാ? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ, തീർച്ചയായും നാം ലുഖ്മാനിന് തത്വജ്ഞാനം കൊടുത്തു.
അനിഷ്കുർ ലില്ലാഹ്, നീ അല്ലാഹുവിന് നന്ദി ചെയ്യണം. വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി, ആര് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നോ അതിൻ്റെ നേട്ടം അവർക്ക് തന്നെയാണ്. കണ്ടോ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. മഹാനായ ലുഖ്മാൻ ആരാ ഒരു കറുത്ത നീഗ്രോയായിരുന്നു, തടിച്ച ചുണ്ടുകൾ. ഉംറയ്ക്കും ഹജ്ജിനും പോകുമ്പോൾ നീഗ്രോകളെ കണ്ടിട്ടില്ലേ? തടിച്ച് ഒന്ന് താഴത്തേക്കും ഒന്ന് മുകളിലേക്കും വിടർന്നിരിക്കുന്ന കറുത്ത ചുണ്ടുകളുള്ള കറുത്ത മനുഷ്യനായിരുന്നു ലുഖ്മാൻ. ആശാരിയായിരുന്നു, ഖയ്യാത്ത് നന്നായി തുന്നുമായിരുന്നു, റായിയുമായിരുന്നു, ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന വ്യക്തിയാ. സുഡാനിൽ നിന്നാ ആഫ്രിക്കയിൽ നിന്നാ വരവ്. ദാവൂദ് നബിയുടെ കാലം വരെ ജീവിച്ചു. നോക്കൂ, ആടുമാടുകളെ നടത്തിക്കൊണ്ട് ഇടയവൃത്തി നടത്തിക്കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ മൊഴിയുന്നത് ഹിക്മത്താ, വിജ്ഞാനങ്ങളാ. കൂട്ടുകാരൻ ചോദിച്ചു, ഒന്നിച്ച് ആടുകളെ മേയിച്ച് നടന്ന കൂട്ടുകാരൻ ചോദിച്ചു ലുഖ്മാനുൽ ഹക്കീമിനോട്, ഫബിമ ബലഗ്ത മാ ബലഗ്ത, സുഹൃത്തേ നിങ്ങളിന്ന് വലിയ പദവിയിലാണല്ലോ, ആയിരക്കണക്കിന് ആളുകളല്ലേ നിങ്ങളുടെ വാളും നസീഹത്തും കേൾക്കാൻ വരുന്നത്. ഈ വരുന്ന ഹിക്മത്ത്, ഈ വരുന്ന മൊഴിമുത്തുകൾ എങ്ങനെ കിട്ടി? അപ്പോൾ ലുഖ്മാനുൽ ഹക്കീം പറയുന്നുണ്ട്, 3 കാര്യം കൊണ്ട് കിട്ടിയതാ. ഒന്ന് ബിസിദ്ഖിൽ ഹദീസ്, ജീവിതത്തിൽ സത്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വഅദാഇൽ അമാന, അമാനത്ത് നിർവഹിച്ചു, ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി ചെയ്തു ഞാൻ. മൂന്നാമത്തത് വതർക്കി മാലായനീനി, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിന്നു. വാക്ക്, പ്രവൃത്തി, ചിന്ത, അതിൽ നിന്ന് ഞാൻ ഒഴിവായി നിന്നു. ആവശ്യമില്ലാത്ത വർത്തമാനം പറയാറില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൈയിടാറില്ല. സിദ്ഖുൽ ഹദീസ്, അദാഉൽ അമാന, തർക്കു മാലായനി, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാലായനി എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്. ഒരാളുടെ ഇസ്ലാമിൻ്റെ സൗന്ദര്യം ഭംഗിയായി വരുന്നതിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക അല്ലേ? കണ്ടോ? അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആഫ്രിക്കയിൽ നിന്ന് വന്ന ലുഖ്മാൻ ഇന്ന് അള്ളാഹുവിൻ്റെ വലിയായി. നോക്കൂ, അള്ളാഹു ചോദിച്ചു, ലുഖ്മാനെ നിനക്ക് ഹിക്മത്ത് വേണോ, നുബുവത്ത് വേണോ? ഏതാ വേണ്ടേ? പ്രവാചകത്വം വേണോ, ഹിക്മത്ത് വേണോ? അപ്പം മഹാനായ ലുഖ്മാനുൽ ഹക്കീം തെരഞ്ഞെടുക്കാനുള്ള അധികാരം കൊടുത്തു. ഹിക്മത്ത് ഇഷ്ടപ്പെട്ടു എന്നാ. എന്താ കാരണം? നുബുവത്ത് ഭയങ്കര ഉത്തരവാദിത്വമല്ലേ, ഭയങ്കര ഉത്തരവാദിത്തമല്ലേ? നോക്കൂ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോ ജിബ്രീൽ, മുഖറബുൽ അംലാക്ക് ജിബ്രീൽ വന്നു. ഫറശ അലൈഹിൽ ഹിക്മ, ജിബ്രീൽ തത്വജ്ഞാനം സ്പ്രേ ചെയ്തു ആ മഹാന്റെ ദേഹത്തേക്ക്. അദ്ദേഹം ഉണർന്നപ്പോൾ ഫലമ്മ ഇസ്തൈഖള, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ യന്തിഖു ബിൽ ഹിക്മ, പിന്നെ പറയുന്നതെല്ലാം ഹിക്മത്താണ്, മൊഴിമുത്തുകളാണെന്ന് സൂറത്തുൽ ലുഖ്മാനിന്റെ താഴെ ഹാഫിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഒരു നീണ്ട വിശദീകരണം കൊടുക്കുന്നുണ്ട്. മഹാനായ ലുഖ്മാൻ ഒരു നീഗ്രോയായ അടിമയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിൽ യജമാനൻ ഒരാടിനെ കൊടുത്തിട്ട് പറഞ്ഞു ലുഖ്മാനിനോട്, നീ ഇതിനെ അറുക്കണം, ഏറ്റവും മോശമായ 2 പീസ് കൊണ്ടുവന്ന് തരണം. ആടിനെ അറുത്തു. യജമാനന്റെ മുന്നിലേക്ക് മോശമായ 2 പീസുമായിട്ട് കടന്നു വരുന്നു ലുഖ്മാനുൽ ഹക്കീം. ഏതാണ് ആ പീസ് എന്നറിയുമോ? കിതാത്ത്, കഷണം. അത് ഹൃദയവും അത് നാവുമായിരുന്നു. കാലചക്രം തിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ യജമാനൻ വീണ്ടും ഒരു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞു, ലുഖ്മാനേ നീ ഈ ആടിനെ അറുക്കണം, എന്നിട്ട് ഏറ്റവും നല്ല 2 പീസ് കൊണ്ടുവരണം. ലുഖ്മാനുൽ ഹക്കീം ആടിനെ അറുത്തു. എന്നിട്ട് 2 നല്ല പീസ് കൊണ്ടുവന്നു. തൊടയല്ല,
അതിൻ്റെ ഒരു ഭാഗവും നോക്കൂ, ഹൃദയവും കൽബും ലിസാനും നാവുമാണ് കൊണ്ടുവന്നത്. ആദ്യം കൊണ്ടുവന്നതും അത് തന്നെ, രണ്ടാമത് കൊണ്ടുവന്നതും ഈ ഹൃദയവും ഹാർട്ടും ഈ നാവുമാണ് കൊണ്ടുവന്നത്. യജമാനൻ ചോദിച്ചു, 2 വട്ടവും കൊണ്ടുവന്നത് ഈ 2 പീസുകളാണല്ലോ, എന്താ അതിൻ്റെ യുക്തി? മഹാനായ ലുക്മാനുൽ ഹക്കീം പറഞ്ഞു, ലൈസ ഷൈഉൻ അത്യബു മിൻഹുമാ ഇദാ ത്വാബാ, ഒരു വസ്തുവുമില്ല നന്നായാൽ ഇതിനേക്കാൾ നല്ല, നാവും ഹൃദയവും നന്നായാൽ അതിനേക്കാൾ നല്ല ഒരു വസ്തുവുമില്ല. വലൈസ ഷൈഉൻ അഖ്ബസു ഇദാ ഖബസ, മോശമായാൽ വൃത്തികേടായാൽ ഏറ്റവും മോശം ഹൃദയവും നാവുമാ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഓ, നമ്മളാരെയും വിടൂല കേട്ടോ, നമ്മളാരെയും വിടൂല. എല്ലാവരെയും ഒന്ന് തോണ്ടി വലിക്കും, എല്ലാവരെയും പെടും. ഒരു കുത്തുവാക്ക് പറഞ്ഞാലേ, ഒരു ദിവസം ഒന്ന് കുത്തിയാലേ, ഒരാളെ നോവിച്ചാലേ നമുക്ക് സമാധാനം വരൂ. ജറാഹത്തുസ്സിഹാമിലഹൽ തിഅമോ വലായൽ താമു മജറഹൽ ലിസാനോ. ജറാഹത്തുസ്സിഹാമി, വാളുകൊണ്ടും അമ്പുകൊണ്ടും ഉണ്ടാകുന്ന മുറിവുകൾ ഭാവിയിൽ അത് കൂടിച്ചേർന്നേക്കാം. വലായൽ താമു മജറഹൽ ലിസാനോ, നമ്മൾ ആരെങ്കിലും നാവുകൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് ഒരിക്കലും ഉണങ്ങുകയില്ല, കൂടുകയില്ല. എപ്പോഴും ഖായിലിനെ പറഞ്ഞവനെ കാണുമ്പോൾ മനസ്സിലൊരു വിഷമം കാണും, ആ മുറിപ്പാട് അത് ബാക്കിയാകുമെന്ന് കവി പാടിയില്ലേ? ആരെയും വിഷമിപ്പിക്കല്ലേ, ആരെയും മുറിവേൽപ്പിക്കല്ലേ, ആരുടെയും പച്ചമാംസം തിന്നല്ലേ. ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കേണ്ട മാർഗത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല മഹാനായ ലുക്മാന്റെ ചരിത്രം പറഞ്ഞത്. ലുക്മാനുൽ ഹക്കീം മകനോട് ചെയ്ത ഉപദേശം, 1-ാമത് മോനെ നീ ശിർക്ക് വെക്കരുത് എന്ന് പറയുകയാണ്. 2-ാമത് മോനെ യാ ബുനയ്യ അഖുമിസ്സലാ, നമസ്കരിക്കണം മോനെ. യാ ബുനയ്യ അഖുമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം മോനെ, തിന്മ വിരോധിക്കണം മോനെ. വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് വരുന്ന പ്രബോധനത്തിന്റെ മാർഗത്തിൽ നിനക്ക് വരുന്ന വിമർശനങ്ങളും മർദ്ദനങ്ങളും ക്ഷമിക്കണം മോനെ. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇത് മറക്കാവുന്ന വിഷയമല്ല, ഇത് ദൃഢമായി ഉറപ്പിക്കേണ്ട കാര്യമാ. എന്നിട്ട് വീണ്ടും ലുക്മാൻ തന്റെ മകനിക്ക് ബെസ്റ്റ് കൾച്ചർ, നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹാ, മോനെ ജനങ്ങളെ കാണുമ്പോൾ നിന്റെ മുഖം നീ തിരിച്ചു കളയരുത്. ചിലർക്ക് വേണ്ടി നേരെ വെക്കും, ചിലർക്ക് വേണ്ടി തിരിച്ചു കളയരുത്. കണ്ടോ, പണച്ചാക്കുകൾ വരുമ്പോൾ ഷെഡിയായിട്ട് നിൽക്കും, ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കും. പാവപ്പെട്ടവർ വരുമ്പോ കണ്ട പാവം നടിക്കൂല, ഇല്ലേ? വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹാ, നീ ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കരുത്. കണ്ടോ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു പൊങ്ങച്ചക്കാരെ, ഈഗോ കാണിക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമല്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നോക്കൂ, ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കുകയാണ്, വഖ്സിദ് ഫീ മശീക്, വഖ്സിദ് ഫീ മശീക്, നീ നടത്തത്തിൽ മിതത്വം കാണിക്കണം. ഓടിച്ചാടി നടക്കരുത്, മെല്ലെ ഇഴഞ്ഞും പോകരുത്, നല്ല സൗന്ദര്യമുള്ള നടത്തം. വഖ്സിദ് ഫീ മശീക്, നടത്തം പോലും മാതൃകയായിരിക്കണം. സൗത്തിക്, നിന്റെ ശബ്ദത്തെ നീ താഴ്ത്തണം. ആ ഗേറ്റിങ്ങൽ വെച്ചും അങ്ങാടിയിൽ വെച്ചും വെയിറ്റിംഗ് ഷെഡിൽ വെച്ചും ഹോട്ടലിൽ വെച്ചും ഉറക്ക വർത്തമാനം പറയരുത്, ശബ്ദം താഴ്ത്ത്. ഇതൊക്കെ ആത്മാവിൻ്റെ സ്ഫുടനത്തിന് അത്യാവശ്യമാ. സൗത്തിക്, നിന്റെ ശബ്ദം നീ താഴ്ത്തുമോനെ. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, വൃത്തികെട്ട ശബ്ദം കഴുതയുടെ കരച്ചിലാണ്. അരോചകമായ ശബ്ദം ചുമ്മാ മൊക്കറയിടുന്നതാ. ചില സ്ഥലത്ത് കമ്മിറ്റി കൂടുമ്പോ ഒന്നോ എന്ത് മൊക്കറയിടുന്നത് കാണാം, ഇല്ലേ? 10-25 വർഷമായി ഞങ്ങളൊക്കെ ഈ ഭാവികളാ. സുബ്ഹാനല്ലാഹ്, ഓരോ സ്ഥലത്ത് പൊതുയോഗം, കമ്മിറ്റി വരുന്നതും കമ്മിറ്റി പോകുന്നതും ഒക്കെ
കണ്ട് പരിചയിച്ചവരാ. മനസ്സിലായില്ല? ചുമ്മാ ഒച്ചയിടും. ഇന്ന അങ്കറൽ അസ്വാത്ത്, ഏറ്റവും വൃത്തികെട്ട ശബ്ദം ആരുടേതാ? ലസൗത്തുൽ ഹമീർ, കഴുതയുടെ ശബ്ദമാ. അള്ളാഹുവിൻ്റെ റസൂല് ഇവിടെ ഒരു ഹദീസ് പറയുന്നുണ്ട്, ഇദാ സമിഅതും സിയാഹദ്ദീക, നിങ്ങൾ പൂവങ്കോഴിയുടെ കരച്ചിൽ കൂകൽ കേട്ടാൽ ഫസ്അലുല്ലാഹ മിൻ ഫളിലി, ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാ, റബ്ബിനോട് അവൻ്റെ ഔദാര്യം ചോദിക്ക് നിങ്ങൾ. വേറെ റിവായത്തിൽ കാണാം ആ കോഴി മലക്കിനെ കണ്ടിരിക്കുന്നു എന്ന്. ഈ റിവായത്തിലില്ല, വേറെ റിവായത്തിലാണ് ഉള്ളത്. വൈദാ സമിഅതും നിയാഹൽ വന്നഹീകൽ ഹമീർ, നിങ്ങൾ കഴുത കരയുന്നത് കേട്ടാൽ ഫതഅവ്വദൂ ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പിശാചിൽ നിന്ന് റബ്ബിനോട് കാവലിനെ തേടിക്കോ. ഫഇന്നഹാ റഅത് ശൈത്താനാ, കഴുത ഇപ്പോൾ നീട്ടി കരഞ്ഞത് പിശാചിനെ കണ്ടതുകൊണ്ടാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഭൗതിക ജീവിതത്തെക്കാൾ ആത്മീയതയിലേക്ക് മടങ്ങണം. എന്തൊക്കെയോ ഇല്ലേ നമ്മൾ ഈ കാണുന്നതിനപ്പുറത്ത്. ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? പിശാചിനെ കണ്ടിട്ടുണ്ടോ? പിശാച് നമ്മളെ കാണുന്നുണ്ട്, നാം അവനെ കാണുന്നില്ല. കാരണം നിറവില്ല, കോലമില്ല. പക്ഷെ അവർക്ക് അതിൻ്റെതായ ഒരു ലോകമുണ്ട് ഇല്ലേ? സൂറത്തുൽ ആറാഫ്, യാ ബനീ ആദം لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم. നോക്കൂ, അവൻ നിങ്ങളെ കാണുന്നുണ്ട്. ഇന്നഹു യറാക്കും ഹുവ വഖബീലു, അവൻ്റെ സൈന്യവും അവൻ്റെ പാർട്ടിക്കാരും, ഇബ്ലീസും ഇബ്ലീസിൻ്റെ മക്കളും ശൈത്താനും അവൻ്റെ മക്കളും നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണുന്നില്ല. നിങ്ങൾ അവരെ കാണാത്ത രൂപത്തിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട്. ആദം സന്തതികളെ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾ അബൂന അബുൽ ബശർ ആദമിനെയും മാനവകുലത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഹവ്വ അലൈഹിസ്സലാമിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് ശൈത്താൻ. ആ പുറത്താകുമ്പോൾ അവരുടെ ഉടുവസ്ത്രം ഉരിഞ്ഞുപോയി എന്ന് ഖുർആൻ. യൻസിഉ അൻഹുമാ ലിബാസഹുമാ, സ്വർഗത്തിൽ അല്ലാഹു ഉടുക്കാൻ കൊടുത്ത ഉടയാടകൾ പറഞ്ഞുപോയി. യൻസിഉ അൻഹുമാ ലിബാസഹുമാ. ഇന്ന് അതേ പണിയായി ഇബ്ലീസ് ഇവിടെ ദുനിയാവിലും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് പരിപാടിയും ഫിറ്റാകുന്നത് തുണി ഉരിയുമ്പോഴാണ്. അവിടെ കടന്നു വരുന്ന അതിഥി ശൈത്താനാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ നഗ്നത അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. കണ്ടോ, മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫതഫിഖാ യഖ്സിഫാനി മിൻ വറഖിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉടയാടകൾ പറഞ്ഞു പോയപ്പോ സ്വർഗ്ഗത്തിലെ ഇല പറിച്ചുകൊണ്ട് ഔറത്ത് പൊന്മൂടി. അങ്ങനെ ആയതില്ലേ? ഫതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഇല പറിച്ചിട്ട് ഔറത്ത് മൂടി. ആര്? വാപ്പച്ചിയും ഉമ്മച്ചിയും, മാതാപിതാക്കൾ. കണ്ടോ അല്ലാഹു ഔറത്ത് മറച്ച് നടക്കാൻ പടച്ചവൻ തൗഫീക്ക് ചെയ്യട്ടെ. അത് ആത്മീയതയാണ്. തുറന്ന് നടക്കുന്നത് ഭൗതികതയാണ്, പൈശാചികതയാ. മനസ്സിലായില്ലേ? ഇപ്പൊ കുറെ എണ്ണം നടക്കുന്നുണ്ട്, നല്ല ചുടീദാറൊക്കെ ഇട്ട്. ഇപ്പോഴും സംശയമാ അവർക്ക്, മരണമുണ്ടോ, ഖബറിലെ ചോദ്യം ഉണ്ടോ. ഇന്നലെ ഒരു പെണ്ണുങ്ങളെ മൊബൈൽ ഓണാക്കിയിട്ടേ ഒരു പ്രസംഗം. ആരാ പ്രസംഗം? കബീർവാക്കവിയാ. എന്താ? നിന്നെ കൊണ്ടേ ഖബറിൽ വെച്ചാൽ ഒരു മലക്ക് വരും. ഏത് മലക്കാ? റൂമാൻ. കഫൻ തുണിയിൽ എഴുതും നീ ചെയ്തതെല്ലാം എന്നൊക്കെ പറഞ്ഞ്. മനസ്സിലായില്ലേ? പോട്ടെ, അത് ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണെ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ,
ശരീരം മുഴുവനും കവറേജ് ചെയ്യുന്ന ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പിളായ സ്വന്തം വസ്ത്രമായ യൂണിറ്റി ആ ഫർദയിലേക്ക് കടന്നു വരണേ, ഔറത്ത് മറക്കണേ. പിശാചിന് മദ്ഖല് കൊടുക്കല്ലേ. പിശാച് നമ്മുടെ കൂട്ടത്തിലുണ്ട്, നഫ്സ് പോലെയാ. നമ്മളെ വഴുതി മാറ്റാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാ. മുത്തുനബിയുടെ ഒരു ഹദീസ് കേൾക്ക്, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം. ആദം സന്താനങ്ങളുടെ ഹൃദയത്തിൽ പിശാച് കൂടുകെട്ടിയിരുന്നില്ലായിരുന്നുവെങ്കിൽ ലനളറൂ ഇലാ മലകൂതിസ് സമാ, അവർ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ നോക്കിക്കണ്ടേനെ, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അവർ നോക്കിക്കണ്ടേനെ. ശത്രുവാകുന്ന പിശാച് തുമ്പിക്കൈ ഹൃദയത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാ. നോക്കൂ, വീട് കെട്ടി താമസമുറപ്പിച്ചത് കൊണ്ടാ ആദമിന്റെ മക്കൾക്ക് ആത്മീയമായി ഉയരാൻ കഴിയാത്തതെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ശൈത്താനാകുന്ന ശത്രുവിനെ, ദുഷ്മനെ തിരിച്ചറിയണം, നഫ്സാകുന്ന ശത്രുവിനെ തിരിച്ചറിയണം. നോക്കൂ, ഒരു ശത്രു പുറത്ത് വന്ന് അകത്തുള്ളത് ആരാ? നമ്മൾ തന്നെയാ, നമ്മുടെ നഫ്സാണ്. അതുകൊണ്ട് ഈ നഫ്സിനെ സ്ഫുടം ചെയ്തെടുക്കണം. അള്ളാഹു ചിലർക്കതിന് ഭാഗ്യം കൊടുക്കും, ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നോക്കൂ, അതിന് കറുത്തവനെന്നോ വെളുത്തവനെന്നോ അള്ളാഹു വർണ്ണം, തൊലിയുടെ നിറം അള്ളാഹു നോക്കുന്നില്ല. വെളിയങ്കോട് ഉമർ ഖാദി ഈ വിനീതൻ ഹൈവേയിലൂടെ പോകുമ്പോ വെളിയങ്കോട് എത്തിയാൽ ആ മഹാനുഭാവന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യും, ഒരു ഫാത്തിഹ ഓതും. കറുത്ത മനുഷ്യനായിരുന്നു, പക്ഷേ അള്ളാഹു ഹൃദയത്തിൽ വിലായത്ത് കൊടുത്തു, വലിയായി മാറി. അള്ളാഹ്ക്ക് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല. ഈ ആത്മാവിനെ സ്ഫുടം ചെയ്താൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും. അല്ലേ? ഒരിക്കല് മഹാനായ സഈദ് ബിനുൽ മുസയ്യബ്, മഹാൻ പണ്ഡിതന്റെ അടുത്തേക്ക് ഒരു കറുത്ത മനുഷ്യൻ വന്നു. മസ്അല ചോദിക്കാൻ വന്നതാ ഒരു കറുത്ത മനുഷ്യൻ. അപ്പോൾ സഈദ് ബിനുൽ മുസയ്യബ് താബിഈങ്ങളിൽപ്പെട്ടവരാ, അല്ലേ? താബിഈങ്ങളിൽപ്പെട്ട മഹാനാ സഈദ് ബിനുൽ മുസയ്യബ്. മഹാനവറുകൾ പറഞ്ഞു, ലാ തഹ്സൻ മിൻ അജലി അന്നക അസ്വദു, നീ കറുത്തവനാണ് എന്നതിൻ്റെ പേരിൽ ദുഃഖിക്കണ്ട മനുഷ്യ, സങ്കടപ്പെടണ്ട. എൻ്റെ തൊലി കറുത്തു പോയല്ലോ, ഞാൻ വിരൂപനാണല്ലോ എന്ന് നീ വിഷമിക്കണ്ട. ഫഇന്നഹു കാന മിൻ അഖ്യരിന്നാസി സലാസ, ജനങ്ങളിൽ 3 മഹാന്മാർ ജീവിച്ചിട്ടുണ്ടല്ലോ. ആരാണ്? ഒന്ന് ബിലാൽ, മറ്റൊന്ന് മിഹ്ജഅ്, മറ്റൊന്ന് ലുക്മാനുൽ ഹകീം. ഈ 3 പേരും തൊലി കറുത്തവരായിരുന്നു. ബിലാൽ, മിഹ്ജഅ് ഉമർ ബിനുൽ ഖത്താബിന്റെ അടിമയായിരുന്നു, അവര് മോചിപ്പിച്ചു. മൗലാ ഉമർ ബിനുൽ ഖത്താബ്. മിഹ്ജഅ് കറുത്തവനായിരുന്നു. മുത്ത് റസൂലിന്റെ പ്രിയപ്പെട്ട മുഅദ്ദിൻ ബിലാൽ കറുത്തവനായിരുന്നു. പിന്നീട് ലുക്മാനുൽ ഹകീം. അതുകൊണ്ട് തൊലി കറുത്തതിൻ്റെ പേരിൽ സുഹൃത്തെ വിഷമിക്കല്ലേ. മനസ്സിലായില്ലേ? അത് അള്ളാഹു തരുന്നതല്ലേ, കറുത്തതും വെളുത്തതും ഒക്കെ എന്ന് സുഹൃത്തുക്കളെ കിതാബുകളിൽ കാണാം. അള്ളാഹു പടച്ചവൻ സുഹൃത്തുക്കളെ അള്ളാഹുവിലേക്ക് അടുക്കാനും ആത്മാവിനെ സ്ഫുടം ചെയ്യാനും പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. അത്തരത്തിലുള്ള ഒരു മഹാനാണ് ഉവൈസുൽ ഖർനി. ഉവൈസുൽ ഖർനി നബിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചെങ്കിലും നബിയെ കാണാൻ തൗഫീക്ക് കിട്ടിയില്ല. എന്താ കാരണം? ഉമ്മയുടെ ഖിദ്മത്ത്, പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്തങ്ങനെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി വഫാത്തായി. ഈ മഹാനെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. ഉമർ ഇബ്നുൽ ഖത്താബാണ് റാവി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന റജുലൻ യഅതീകും മിനൽ യമൻ ഇസ്മുഹു ഉവൈസ് വബിഹി ബയാലുൻ ഫദഅ അല്ലാഹ ഫഅദ്ഹബഹ ഫമൻ ലഖിയഹു മിൻകും ഫൽയസ്തഗ്ഫിർ ലക്കും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന റജുലൻ യഅതീകും മിനൽ യമൻ, യമനിൽ നിന്നും ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വരും. ഇസ്മുഹു ഉവൈസ്, അവരുടെ പേര് ഉവൈസ് എന്നാണ്. ഖർന് നാട്ടുകാരനാണ്, ഉവൈസുൽ ഖർനി. വബിഹി ബയാലുൻ, അവരുടെ ദേഹത്ത് വെള്ളപ്പാണ്ട് വന്നിരുന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹു മാറ്റിക്കൊടുത്തു. ഗൈറ മൗളിഇദ് ദിനാർ, ഒരു വെള്ളി രൂപ വട്ടത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ പാടുകളും മാഞ്ഞുപോയി. ഒരു വെള്ളി രൂപ വട്ടത്തിൽ ആ പാട് ദേഹത്തുണ്ട്. ഇതാണ് അടയാളം. യമനിൽ നിന്ന് ഒരാൾ വരും.
അങ്ങനെ ആരെല്ലാം വരുന്നു മുസ്ലിയാരെ? അങ്ങനെ പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവരെ കണ്ട് ദ്വാരപ്പിച്ചോ. ഉണ്ടോ? മിൻകും, ആരെങ്കിലും അവരെ കണ്ടുമുട്ടിയാൽ ഫൽയസ്തഗ്ഫിർ ലക്കും, അവരെ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് ദുആ ചെയ്യട്ടെ, ദുആ ചെയ്യട്ടെ. ഉവൈസുൽ ഖർനി, എത്രയെത്ര മഹാന്മാർ, മഹിളകൾ, റാബിയത്തുൽ അദവിയ്യ, നഫീസത്തുൽ മിസ്രിയ. കഴിഞ്ഞ റമദാനിന് ശേഷം ഞങ്ങൾ 36 വ്യക്തികൾ ഇരാറ്റുപേട്ട നൗഫൽ സാറിൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ നാടുകളിലേക്ക് ചെന്നു. ആദ്യം ജോർദാനിലെത്തി, പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലെത്തി, ജെറൂസലം കണ്ടു, മറിയം ബീവിയുടെ ഖബർ കണ്ടു, ലുക്മാനുൽ ഹക്കീമിൻ്റെ മുന്നിൽ ചെന്നു, ദാനിയേൽ അലൈഹിസ്സലാം. ഒരുപാട് മഹാന്മാർ, ഔലിയാക്കൾ, അമ്പിയാക്കളുടെ എല്ലാം സ്ഥാനങ്ങളിൽ ചെല്ലാൻ സാധിച്ചു. എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു റാബിയത്തുൽ അദവിയായി, നഫീസത്തുൽ മിസ്രിയാനെയൊക്കെ അവരുടെ അടുക്കൽ ചെല്ലാനുള്ള ഭാഗ്യം കിട്ടി. ആരാ അവരൊക്കെ? നോക്കൂ, ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഒരിക്കൽ മഹാനായ ഉമറുൽ ഫാറൂഖ് ദഖലൽ മസ്ജിദ, പുണ്യ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നപ്പോൾ ഫറആ മുആദ് ബിൻ ജബൽ, മഹാനായ നബിയുടെ ആശിക്കായ പ്രിയപ്പെട്ട സഹാബി, യമനിലേക്ക് ഗവർണറായി നിയോഗിച്ച ആ യാത്രയക്കുന്ന സമയത്ത് നബി കരഞ്ഞുപോയി. ആ സഹാബി കരഞ്ഞുപോയില്ലേ? മഹാനായ മുആദ് ബിൻ ജബൽ റസൂലുള്ളാഹിയുടെ ഖബറിലിരുന്ന് കരയുന്നത് ഉമറുൽ ഫാറൂഖ് കാണുകയാ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മല്ലദീ യുബ്കീക യാ മുആദ്, മുആദേ എന്തിനാ അവിടുന്ന് കരയുന്നത്? പുണ്യ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയല്ലേ താങ്കൾ, എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നത് ഹദീസുൻ സമിഅതുഹു മിൻ റസൂലില്ലാഹ്, എൻ്റെ പ്രവാചകൻ പറയുന്ന ഒരു ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് ഓർത്താണ് ഞാൻ കരയുന്നത്. ഏതാ ആ ഹദീസ്? മുആദ് ബിൻ ജബൽ ഉമറുൽ ഫാറൂഖിനോട് പറയുകയാ, സമിഅതുഹു യഖൂൽ ഇന്നൽ യസീറ മിനർ റിയാഇ ശിർകുൻ, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടോ, ഏറ്റവും ചെറിയ ലോകമാന്യത പോലും ശിർക്കാണ്. ഏറ്റവും ചെറിയ റിയാ, ജനങ്ങളെ കാണാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ ലോകമാന്യതയുടെ ഒരു ചെറിയ കാര്യം പോലും ശിർക്കാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, വ ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ അഖ്ഫിയാ അൽ അസരിയാ, അല്ലാഹുവിന് ചില ദാസന്മാരുണ്ട്, അല്ലാഹു തഖ്വയുള്ളവരെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു അഖ്ഫിയാഇനെ ഇഷ്ടപ്പെടുന്നു, കൂടുതലൊന്നും രംഗത്ത് വരാതെ ഒതുങ്ങി ജീവിക്കുന്ന ചില പാവങ്ങളുണ്ട്. അൽ അസരിയാ, അവരൊരുപാട് വഴിയടയാളങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിട്ടാ പോകുന്നത്. ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണവർ. അവർക്ക് പേരും പ്രശസ്തിയും ആഗ്രഹമല്ല. അവരുടെ ഫോട്ടോയും ഫ്ലാഷും ക്യാമറയും ഒന്നും രംഗത്ത് വരാറില്ല. അങ്ങനെയുള്ള കുറെ ആളുകൾ അല്ലാഹുവിനുണ്ട്. അവർ സമൂഹത്തിൽ നിന്ന് മറഞ്ഞാൽ ആരും അവരെ അന്വേഷിക്കാറില്ല. അവര് നാട്ടിലേക്ക് വന്നാൽ ആരും അവരെ തിരിച്ചറിയാറുമില്ല. കാരണം ജാടകളില്ല, കാറില്ല, ഉയർന്ന വസ്ത്രങ്ങളില്ല, പത്രാസുകളില്ല, റാഡോ വാച്ചുകളില്ല. അവർ വന്നാലും ആരും അറിയാറില്ല, അവർ പോയാലും ആരും അന്വേഷിച്ച് ചെല്ലാറുമില്ല. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, മസാബീഹുൽ ഹുദാ, ഹിദായത്തിന്റെ വിളക്കുകളാണ്, സന്മാർഗത്തിന്റെ വിളക്കുകളാണ് അവരുടെ ഹൃദയം. ഈ ഹദീസാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ്. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കാൻ തൗഫീക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, എല്ലാ മാസവും നമ്മൾ ക്ലാസ് വെക്കുന്നുണ്ടല്ലേ? ഇത് നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്, നമ്മുടെ ആത്മാവിനെ സ്ഫുടം ചെയ്യാനാണ്. നമ്മൾ ഈ കളിയാക്കലും ഈ കുത്തുവാക്കൊന്നും പറയരുത്, മനസ്സിലായില്ലേ? ഒരിക്കൽ ആയിഷ ഉമ്മ ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞു. ചെറിയൊരു വാക്ക് ഇത് പറയട്ടെ, ഒരുപാട് വണ്ടുകൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ആയിഷ ബീവി പറയുകയാ റളിയല്ലാഹു അൻഹ, ഞാൻ ഖുൽതു നബി, നബിയോട് പറഞ്ഞു, ഹസ്ബുക മിൻ സഫിയ കദാ വകദാ, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ സഹധർമ്മിണിയല്ലേ സഫിയ അല്ലേ? ഇച്ചിരി പൊക്കം കുറവല്ലേ? തഅനി ഖസീറ. ആയിഷ ബീവി ഉദ്ദേശിച്ചത്, നബിയെ
അവൾക്ക് പൊക്കം കുറവല്ലേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടു. നബി തിരുമേനി ആയിഷയോട് പറഞ്ഞു, ആയിഷ ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു. നീ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ആ വാക്ക് കൊണ്ടുപോയി കടലിൽ മുക്കിയാൽ കടലിലുള്ള ജലത്തോട് അത് ചേർന്നു പോകും. ആയിഷ, എത്രയോ ആളുകളെ പറ്റിയാ നമ്മൾ കമന്റ് പറയാറുള്ളത്. നീണ്ടവൻ, കൊറിയവൻ, വിരൂപൻ, കണ്ടില്ലേ അവന്റെ തേറ്റ, കണ്ടില്ലേ അവന്റെ കണ്ണ്, അവളെ നടത്തം കണ്ടില്ലേ. പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ ലോകത്ത് പറയുന്നു, ആണുങ്ങളുടെ ലോകത്ത് പറയുന്നു. സൂറത്തുൽ ഹുജറാത്ത് 10, 11, 12 ആയത്തുകൾ അല്ലാഹു പറയുന്നു, അല്ലയോ വിശ്വസിച്ചവരെ, ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. ആണുങ്ങളെ നിങ്ങൾ പരസ്പരം കളിയാക്കരുത്, പെണ്ണുങ്ങളെ നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത്. ആരെയാണോ പരിഹസിച്ചത് അവർ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടരായേക്കാം. നിങ്ങൾ ഇരട്ടപ്പേരുകൾ ചൊല്ലി വിളിക്കരുത്. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ കുത്തുവാക്ക് പറയല്ലേ. വലാ തനാബസു ബിൽ അൽഖാബ്, ഇരട്ടപ്പേരുകൾ വിളിക്കല്ലേ. ബിഅസലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ധർമ്മം വന്നു കഴിഞ്ഞ്, ഈമാൻ വന്നു കഴിഞ്ഞ്, ഇസ്ലാം വന്നു കഴിഞ്ഞ് ഇരട്ടപ്പേളുകൾ മോശമാണ്. നിങ്ങൾ ജാഹിലിയത്തിലായിരുന്നു. റസൂലുള്ള മദീനത്ത് വരുമ്പോൾ അൻസാറുകൾ പറയുക, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 2, 3 ഇരട്ടപ്പേരുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അതിൽ ഏതെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരുമായിരുന്നു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. 2, 3 ഇരട്ടപ്പേരെ. ഇന്നിപ്പോൾ ഇരട്ടപ്പേര് പറഞ്ഞാലേ അറിയൂ അല്ലേ? ഇന്നിപ്പോൾ ഇരട്ടപ്പേര് പറഞ്ഞാലേ അറിയൂ. നിങ്ങൾ ഇരട്ടപ്പേര് വിളിക്കല്ലേ. നോക്കൂ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാ ഇതൊക്കെ. ആത്മാവിനെ സ്ഫുടം ചെയ്യാൻ അത്യാവശ്യമാ. വടക്കോട്ടും തെക്കോട്ടും പാലെ നടന്നിട്ട് സംസാരം വർദ്ധിപ്പിച്ചിട്ട് റാഹത്തായിട്ട് പോകാൻ കഴിയില്ല കേട്ടോ. ആളുകളെ തോണ്ടി വലിച്ചിട്ട് ആളുകളുടെ മാംസം, അതും ചത്ത ശവം തിന്നിട്ട് നമുക്ക് ഒരു അന്ത്യയാത്ര, നല്ലൊരു മടക്കയാത്ര കിട്ടൂല കേട്ടോ. ഗീബത്ത് ചുരുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരദൂഷണം പറയല്ലേ. ലാ യദ്ഖുലുൽ ജന്നത നമാം, ഇഷ്ടത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ ചെന്നിട്ട് ഏഷണി പിടിപ്പിച്ച് അവരെ അകറ്റുന്നവനെ സ്വർഗത്തിൽ കടക്കുകയില്ല. ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, ആരും സ്വർഗത്തിൽ കടക്കുകയില്ല ഹൃദയത്തിൽ ഒരു അണുവോളം ഈഗോ, കിബിറുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കുകയില്ല. എന്താ കിബിർ നബിയെ? മുത്തുനബി പറഞ്ഞു, അൽ കിബറു ബത്തറുൽ ഹഖി വഗംതുന്നാസ്. കിബിറിന് താരീഫ്, നിർവചനം മുത്തുനബി പഠിപ്പിച്ചു. സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ കുറവാക്കുകയാ, നിസ്സാരപ്പെടുത്തുകയാ. എന്തോ ഒരു നല്ല കാര്യം പറയാൻ പോയപ്പോൾ അയാൾ പറയാം, ഇവിടെ നിന്റെ വാക്കൊന്നും ഇവിടെ കേൾക്കണ്ട കേട്ടോ. 10 പേരുടെ മുമ്പിൽ ഇവനെ താറടിച്ചു കഴിഞ്ഞു. അയാളുടെ ഒടുക്കത്തെ അഹങ്കാരവാ കാണിച്ചത്. ഇതാണ് കിബിർ. സത്യം പറഞ്ഞാലും അയാൾ തിരസ്കരിക്കും. അൽ കിബ്റു ബത്തറുൽ ഹഖി വഗംതുന്നാസ്. സുഹൃത്തുക്കളെ, ആത്മീയോത്കർഷം ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ ഒരു അണുമണി തൂക്കം കിബർ വരരുത്. പിന്നെ വരേണ്ടത് മഹബത്തും വിനയവുമാ. അള്ളാഹു നമ്മളെ ഒന്നിപ്പിക്കട്ടെ. ഒടുക്കത്തെ അസൂയ മാറ്റിവെക്കണം. ഈ ഹസദ്, ഈ അസൂയ, അൽ ഹസദു യഅകുലുൽ ഹസനാത്ത്, അസൂയ നന്മകളെ തിന്നും. കമാ യഅകുലുൻ നാറു അൽ ഹതബാ, അഗ്നിയുടെ നാളങ്ങൾ വിറകിനെ തുടച്ചു കളയുന്നത് പോലെ. നോക്കൂ, ഹസദ് ഒരു രോഗമാ. അതുപോലെ തന്നെ ഗളബ്, കോപം ഉണ്ടോ? ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞല്ലോ, ഔസിനി, എന്നെ ഉപദേശിക്ക്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടരുത്. ഔസിനി ലാ തഗ്ലബ്, ഔസിനി ലാ തഗ്ലബ്. ഫറദ്ദദ മിറാറ, പലവട്ടം അത് ആവർത്തിച്ചു. ഈ ഹദീസ് എടുത്തുകൊണ്ട് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്, ആ മനുഷ്യൻ ഒരു കോപിഷ്ഠനായിരുന്നു. പ്രവാചകനോട് വസിയത്ത് ഉപദേശിക്കെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ ഉപദേശമാ മുത്തുനബി കൊടുത്തത്. സുഹൃത്തുക്കളെ, കോപം വരുമ്പോൾ ആ മനുഷ്യൻ്റെ ദേഹത്തൊരു പ്രത്യേകതരം പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നു പോലും.
കോപം വരുമ്പോ ഉണ്ടോ ഹോർമോണുകൾ, അതെടുത്ത് ഈ എലിക്ക് കുത്തിവെച്ചു ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ഈ എലി ഓടി പാഞ്ഞ് ചെന്ന് തലയടിച്ച് മരിച്ചു എന്നാ. അത്ര നല്ല സാധനമായി കോപം വരുമ്പോൾ മനുഷ്യന്റെ ദേഹത്ത് പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, നീ അയാളുടെ കണ്ണ് നോക്ക്, ചുവന്ന് തുടുത്തത് കണ്ടില്ലേ? കഴുത്തിലെ ഞരമ്പ് കാണുന്നില്ലേ? അത് ഊതി വീർത്തിരിക്കുന്നത് കാണുന്നില്ലേ? എന്തൊക്കെയോ ആ ശരീരത്തിൽ പ്രവർത്തിക്കുകയാ. അവ്വലുൽ ഖളബി ജുനൂൻ, കോപത്തിന്റെ ആരംഭം ഭ്രാന്ത, അവസാനം സങ്കടമാ. ആ സമയത്താണല്ലോ ആയുധമൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊക്കെ കാരണം ഈ മാംസകഷ്ണമാ. രാജാവ് നന്നായാൽ പ്രജകൾ നന്നായി. രാജാവിനെ നന്നാക്കണം. ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു നിങ്ങളുടെ ജിസ്മോ സൂറത്തോ നോക്കുന്നില്ല, ആകാര സൗഷ്ഠവം നോക്കുന്നില്ല. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഖൽബാണ് അല്ലാഹു നോക്കുന്നത്. ഹസദില്ലാത്ത, കിബറില്ലാത്ത, പൊങ്ങച്ചമില്ലാത്ത നല്ലൊരു മനസ്സ്, എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സ് അല്ലാഹു തന്നെ അനുഗ്രഹിക്കട്ടെ.